ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് ACCA പറ്റി സംസാരിക്കാം. നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. ACCA എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതൊരു UK ബേസ്ഡ് കോഴ്സാണ്. UAE റീസെൻ്റ്ലി ഒരുപാട് ജോബിന് ഈ ഒരു ACCA ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ACCAയുടെ എക്സാം എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ACCA പറ്റി ജസ്റ്റ് ഒരു നോളജ് തരാമെന്ന്. അപ്പം ഒത്തിരി പേർക്കൊരു സംശയമാണ് ACCA പഠിച്ച ജോലി കിട്ടുക എന്നുള്ളത്. ജോലി എന്തായാലും കിട്ടും. അതൊരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ്. CA പോലെ ഈക്വൽ ആയിട്ടുള്ള കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. UK ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ടാക്സ് എന്ന് പറയുന്ന പേപ്പറാണ് കൂടുതലും. UK ടാക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ബാക്കി എല്ലാ പേപ്പേഴ്സും നമ്മളിപ്പോൾ ഇവിടെ UAE നമ്മൾ വർക്ക് ചെയ്യാൻ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പം ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ് ആണ് ഞാൻ റീസെൻ്റ്ലി എഴുതിയൊരു പേപ്പർ. അപ്പം ആ പേപ്പറിൽ മോസ്റ്റ്ലി അത് റിലേറ്റഡ് ആക്കി നമ്മുടെ ഓഡിറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്ത ആൾക്കാർക്ക് അറിയാം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളും ശ്രദ്ധിക്കണം, ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. സോ ഇതൊക്കെ റിലേറ്റഡ് ആണ് ആ ഒരു സബ്ജക്റ്റ് വരുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ നിങ്ങളിപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ആയാലും ഇത് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് നന്നായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കോഴ്സ് തന്നെയാണ് ACCA എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ ചെയ്യാൻ നോക്കാം. +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 13 പേപ്പർ എഴുതണം. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 4 പേപ്പർ എക്സംഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് CPA CMA പോലുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 9 പേപ്പേഴ്സ് വരെ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. ബാക്കി പേപ്പേഴ്സ് എഴുതിയാൽ മതി. ഇനി ഇത് UK ബേസ്ഡ് ആയതുകൊണ്ട് ഇതിന് ഫീസൊക്കെ വന്നിട്ട് കുറച്ച് ഫീസ് കൂടുതലാണ്. കാരണം ഒരു പേപ്പറിന് നമുക്കൊരു 700 ദിറംസ് ഒക്കെയാണ് നമുക്ക് ചാർജ് വരുന്നത്, പേയ്മെൻ്റ് ഒക്കെ വരുന്നത്. അതുപോലെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫീസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ എക്സാം വന്നിട്ട് എല്ലാ ക്വാർട്ടറിലാണ് എക്സാം വരുന്നത്. അതായത് ഒരു ഇയറിൽ 4 എക്സാം വരെ നമുക്ക് എഴുതാം. ഒരു സിറ്റിൽ നമുക്ക് 2 to 4 എക്സാം എഴുതാം. പക്ഷെ നമ്മളൊരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ക്വാർട്ടറിൽ ഒരു പേപ്പറൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഗ്ലോബൽ പാസ് റേറ്റ് വന്നിട്ട് 50% ആണ് പാസ് റേറ്റ് വരുന്നത്. ചില പേപ്പറിന് 40 to 43 ഒക്കെ വരും. അതായത് നമ്മൾ പെർഫോമൻസ് മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ് ഇതിനൊക്കെ 40 to 43% ആണ് പാസ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 50 മാർക്ക് വേണം പാസ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 100-ലാണ് ഇപ്പോൾ എക്സാം വരുന്നതിൽ 50 മാർക്ക് വേണം പാസ് ആവാൻ വേണ്ടി. MCQ അതുപോലെ തന്നെ essay ഇത് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരു പേപ്പർ വരുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക ഒരു പീരീഡ് ഒന്നുമില്ല. ഇന്ന പീരീഡിൽ ഇത് തീർക്കണം ഇല്ലെങ്കിൽ ഇതിന് വാലിഡ് ആയിരിക്കത്തില്ല പഴയ എക്സാം, അങ്ങനെയൊന്നുമില്ല. ഇനി ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ CA പോലെ തന്നെ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. നമുക്ക് പാസ് റേറ്റ് വരുമ്പോൾ അറിയാം നമുക്ക് 50% ആൾക്കാരാണ് പാസ്സാവുന്നത്. പക്ഷേ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് അതൊക്കെ ഇരുന്ന് പഠിച്ചായാലും നമുക്ക് പാസ്സാവാം. നമുക്കിപ്പോൾ 6 months എടുത്തിട്ട് എക്സാം എഴുതാം, ക്വാർട്ടർലി എക്സാം എഴുതാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ എക്സാം എഴുതണം എന്നുള്ള കാര്യം. നമ്മൾ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.